എല്ലാവർക്കും നമസ്കാരം. LIC ഹൗസ് ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ലോണിൻ്റെ EMI നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഡെബിറ്റ് ആവുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാതെ വരികയാണെങ്കിൽ ആ മാസത്തെ EMI മുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൺലൈനായി മൊബൈൽ വഴി തന്നെ ആ മാസത്തെ EMI അടയ്ക്കാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യമായി ഗൂഗിൾ എടുത്ത് LIC HFL കസ്റ്റമർ പോർട്ടൽ എന്ന സൈറ്റിലേക്ക് കയറുക. അവിടെ കാണുന്ന ലോൺ അപ്ലിക്കേഷൻ നമ്പറിൽ ലോൺ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. തൊട്ട് താഴെ സെക്യൂരിറ്റി കോഡ് അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച അടിക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കാണാം. അവിടെ ആ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണാം. നമ്മളെടുത്ത ലോൺ എമൗണ്ടും സാങ്ഷനായ ഡേറ്റും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. ഏറ്റവും മുകളിലായി പേ ഓൺലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അവിടെ സെലക്ട് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ലോൺ നമ്പർ ഗെറ്റ് ഡ്യൂസ് അടിക്കുക. ആ മാസത്തെ EMI അവിടെ കാണാവുന്നതാണ്. തൊട്ട് താഴെ നെക്സ്റ്റ് അടിച്ച് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലെത്തും. ഇവിടെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സ്ഥലത്ത് ഇമെയിൽ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ യെസ് കൊടുക്കുക. പേ ത്രൂ എന്നുള്ള ഭാഗത്ത് HDFC എന്നുള്ളത് സെലക്ട് ചെയ്യുക. LIC HFLൻ്റെ ബാങ്ക് അക്കൗണ്ട് HDFC ആണ്. അതുകൊണ്ടാണ് HDFC സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. തൊട്ട് താഴെ ഐ ആക്സെപ്റ്റ് എന്നുള്ള സ്ഥലത്ത് ടിക്ക് കൊടുത്ത് പ്രൊസീഡ് ടു പേ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നമ്മൾ പേ വിത്ത് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ UPI വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴിയോ നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ വഴിയും അടയ്ക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഡെബിറ്റ് കാർഡ് വഴിയാണ് അടയ്ക്കുന്നത്. ഡെബിറ്റ് കാർഡ് നമ്പർ കൊടുക്കുക, നെയിം കൊടുക്കുക, വാലിഡിറ്റി ഡേറ്റ് കൊടുക്കുക, CVV നമ്പറും കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന ക്യാരക്ടേഴ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക.